നമസ്കാരം, എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഫെബ്രുവരി 20 മുതൽ AI വീഡിയോ, തെറ്റായി പ്രചരിക്കുന്ന AI വീഡിയോ നീക്കം ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ 3 മണിക്കൂർ സമയം എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുക എന്ന് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഷിനോദ് സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഈ 3 മണിക്കൂർ സമയം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് ബാധിക്കുക? നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വീഡിയോ ഒരുപക്ഷെ ക്രിസ്റ്റീനയുടെ മൊബൈലിലേക്ക് പോലും വന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേക ഗവൺമെൻറ് സ്കീമാണ്. ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടും നിങ്ങളെല്ലാവരും ഇതിൽ നിക്ഷേപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോസ് എന്ത് ചെയ്യാണ് വൻതോതിൽ എസ്പെഷ്യലി ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ അയച്ചുകൊണ്ടിരുന്നു. ഈ തട്ടിപ്പുകാർ അയച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് എത്രയോ ആളുകൾ ഉദാഹരണത്തിന് ഇത് സർക്കാർ സ്കീമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി പോകുന്ന പലരും, കാരണം ഇവർ ഒരു തവണ അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ആ ട്രാപ്പിലേക്ക് ആവുന്ന രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം ധാരാളം തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാം. 2025 മാത്രം ഏകദേശം 19,813 കോടി രൂപയാണ് ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പുകാർ കൊണ്ടുപോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വ്യാജ AI വീഡിയോകളെ നിയന്ത്രിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാണ് നമ്മുടെ ഇൻഫർമേഷൻ മിനിസ്ട്രി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡീപ്പ് ഫേക്ക് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരാളുടെ ശബ്ദവും അയാളുടെ ആ രൂപവും അതുപോലെ കോപ്പി ചെയ്തുണ്ടാക്കുന്ന വീഡിയോകളാണ് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ. അത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പ്രധാനമായും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ അതുപയോഗിച്ചാണ് 77% തട്ടിപ്പ് നടക്കുന്നതെന്നാണ് RBIയുടെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സർക്കാർ തീരുമാനം ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്നത് നമ്മുടെ ഫിനാൻസ് മേഖലയ്ക്കാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് ഒരു വീട്ടമ്മയ്ക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ വീഡിയോ മെസ്സേജിലുള്ളത് സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് സംസാരിക്കുന്നത്. മോഹൻലാൽ പറയുകയാണ് ഈ ഒരു നിക്ഷേപത്തിൽ നിങ്ങൾ പണം ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര റിട്ടേൺ കിട്ടും, അത്ര കിട്ടും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എന്ന് പറയുന്നത് അവരൊരു ഹാർഡ്കോർ മോഹൻലാൽ ഫാൻ കൂടിയാണെന്ന് കരുതുക. തീർച്ചയായിട്ടും അവരുടെ ആ പ്രിയപ്പെട്ട താരം പറയുന്നത് ആ സെക്കൻഡിൽ തന്നെ അവർ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വാസ്തവത്തിൽ മോഹൻലാലല്ല പറയുന്നത്, മോഹൻലാലിൻ്റെ ഡീപ്പ് ഫേക്കാണ് പറയുന്നത്. ഏതൊരു സംഗതിയും വൈറലാകാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 3 മണിക്കൂറാണ്. അപ്പം നമ്മുടെ ഈ ഫെബ്രുവരി 20 മുതൽ നടപ്പാക്കുന്ന നിയമം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡീപ്പ് ഫേക്ക് വീഡിയോ തിരിച്ചറിഞ്ഞാൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കണം ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കുക, നിലവിലുള്ള നിയമം എന്താണ്? 36 മണിക്കൂർ സമയം വരെ ആർക്ക് നൽകുന്നുണ്ട്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വീട്ടമ്മയ്ക്ക് ഇത്തരം ഒരു വീഡിയോ വന്നു, വീട്ടമ്മ അത് തട്ടിപ്പാണെന്ന് വീട്ടമ്മ തിരിച്ചറിഞ്ഞു. വീട്ടമ്മ പൈസ ഇട്ടില്ല എന്ന് കരുതാം. പക്ഷേ ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അതേ സമയം കൊണ്ട് വൈറലായി സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് റിപ്പോർട്ട് ചെയ്താൽ പോലും 36 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പിൻവലിക്കപ്പെടുന്നുള്ളൂ. ഈ പിൻവലിക്കപ്പെടാനുള്ള ഈ യാത്രക്കിടയിൽ കോടിക്കണക്കിന് പണം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നിലവിലുള്ള ഈ പുതിയ നിയമപ്രകാരം 3 മണിക്കൂറായിട്ട് അത് ചുരുക്കിയത് കൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന 3 മണിക്കൂർ കൊണ്ട് സംഗതി പിൻവലിക്കപ്പെടുന്നത് കൊണ്ട് ഒരു വലിയ തോതിൽ തട്ടിപ്പ് നടത്താനുള്ള സാധ്യത ലിമിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ല നീക്കമാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ നമുക്ക് ഒരു 80% 90% കുറയ്ക്കാൻ ഈ ഒരു നീക്കത്തിലൂടെ സാധിക്കും. പക്ഷേ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മലയാളിക്കൊക്കെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളോട് പറഞ്ഞ ആളുകൾ കളിയാക്കല്ലോ എന്ന് കരുതി ആരോടും മിണ്ടൂല. അപ്പോൾ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ളവർ പറ്റിക്കപ്പെടുമെന്ന് എപ്പോഴും നമ്മളത് ആലോചിക്കണം. കാരണം നമ്മളൊരു പക്ഷേ നമ്മുടെ യുക്തി കൊണ്ടോ ലോജിക്ക് കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മൾ ആ പറ്റിക്കപ്പെടലിന് രക്ഷപ്പെട്ടു. പക്ഷേ ഇതൊരു പറ്റിക്കപ്പെടലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യാൻ തയ്യാറാവണം, അത് നമ്മൾ അറിയിക്കാൻ തയ്യാറാവണം. ആ ഒരു അറിയിക്കലിലൂടെയാണ് നമുക്ക് മറ്റുള്ളവരെ തട്ടിപ്പിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ 36 മണിക്കൂറിന് 3 മണിക്കൂറായി കുറച്ച ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ തീരുമാനം വളരെ നല്ല തീരുമാനം തന്നെയാണ്.
3 മണിക്കൂർ കൊണ്ട് ഫേക്ക് വീഡിയോ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത് പിൻവലിക്കാന്ന് പറഞ്ഞാൽ കമ്പനികൾക്ക് വലിയൊരു ബാധ്യതയായിരിക്കില്ലേ? ഇതെങ്ങനെയായിരിക്കും അവർ കൈകാര്യം ചെയ്യുക? അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു കോസ്റ്റ് കമ്പനികൾക്ക് ഉണ്ടാക്കും. കാരണം അവർക്ക് 24 മണിക്കൂർ അവർക്ക് വളരെ നിതാന്ത ജാഗ്രതയോടെ നിന്നാൽ മാത്രമേ അവർക്ക് ഈ സർക്കാരിൻ്റെ ഈ റൂളിങ്ങിനെ അനുസരിച്ച് ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരു ഡിജിറ്റൽ സേഫ്റ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ കോസ്റ്റ് കൂടുമ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭവിഹിതത്തിൽ വൻ കുറവുണ്ടായിരിക്കും. പക്ഷേ ഇവർക്കിത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെയോ ഇവർ മറ്റൊരു കണ്ടീഷനും കൂടി ഈ നിയമത്തിലുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ AI കൊണ്ടാണെങ്കിൽ അതിൽ AI ലേബലിംഗ് നിർബന്ധമാണ്. അപ്പം ഈ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും AI കൊണ്ടുണ്ടാക്കുന്ന വീഡിയോയെ തിരിച്ചറിയാൻ കപ്പാസിറ്റിയുള്ള മറ്റു സൂപ്പർ AI സംവിധാനങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അപ്പായിരിക്കുന്ന വീഡിയോ AI വീഡിയോ ആണെന്നും ഇതിൽ AI ലേബലിംഗ് ഉണ്ടെന്നും ഉറപ്പാക്കണം. ഈ AI ലേബലിംഗ് ഇല്ലാത്തൊരു വീഡിയോ AI വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഭവിഷ്യത്തിന് കമ്പനികൾ കൂടി ഉത്തരവാദിയാണ്. അപ്പം കമ്പനിക്ക് തിരിച്ചറിയണം ഇത് AI കൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണെന്ന് കമ്പനിക്ക് തിരിച്ചറിയണം. AI ലേബലിംഗ് ഉണ്ടോ എന്ന് കമ്പനിക്ക് തിരിച്ചറിയണം. AI ലേബലിംഗ് ഇല്ലാത്ത വീഡിയോയിനെ അതിൻ്റെ സർക്കുലേഷനെ നിയന്ത്രിക്കാനും ആർക്ക് ബാധ്യതയുണ്ട്? കമ്പനിക്ക് ബാധ്യതയുണ്ട്. ഇനി അപ്പോൾ ഈ കംപ്ലയിൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചിട്ടില്ലെങ്കിൽ ഈ കമ്പനികൾക്കൊക്കെ ഒരു സേഫ് ഹാർബർ എന്ന് പറയും, ഒരു സുരക്ഷിതത്വം ആര് നൽകുന്നുണ്ട്? സർക്കാർ നൽകുന്നുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ. ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഓപ്പറേഷൻ ഇന്ത്യയിൽ നടത്താൻ പറ്റില്ല. നമുക്കറിയാലോ, കുറേ ചൈനീസ് ആപ്പുകൾക്കൊക്കെ നമ്മൾ ഇത് അംഗീകാരം പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സേഫ് ഹാർബർ പോവും എന്ന പേടിയുള്ളത് കൊണ്ട് തന്നെ എല്ലാ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളും ഇത് വളരെ കർശനമായി ഇന്ത്യയിൽ നടപ്പാക്കാൻ നിർബന്ധിതരാകും. തീർച്ചയായിട്ടും എക്സ്പെൻസ് കൂടും, കമ്പനികളുടെ ലാഭം കുറയും. കമ്പനികൾ ഈ വരും ദിവസങ്ങളിൽ ഈ ഒരു നീക്കത്തോട് കമ്പനികൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കാം. എന്തായാലും അത്യാവശ്യം വേണ്ട ഒരു നിയമമാണ്. നമ്മുടെ ഫിൻടെക് മേഖലയെ ഇതെങ്ങനെയാണ് ബാധിക്കുക? പ്രത്യേകിച്ച് പണമിടപാട് ആപ്പുകളെയൊക്കെ ഇത് കാര്യമായി ബാധിക്കുമോ? ഇല്ല, നമുക്ക് കുറേ കൂടി കോൺഫിഡൻസ് കിട്ടും. കാരണം ഒരു ദിവസം ഇന്ത്യയിൽ ഏകദേശം 11 ലക്ഷം വീഡിയോ KYCകൾ നടക്കുന്നുണ്ട്. അത്രയും നമ്മുടെ ഇന്ത്യ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ 11 ലക്ഷം വീഡിയോ KYCകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കാലത്ത് ക്രിസ്റ്റീനയുടെ മുഖം വെച്ച് എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് പറയും? സിന്തറ്റിക് ഐഡന്റിറ്റി ഫ്രോഡ് എന്ന് പറയും. അത്തരം ഫ്രോഡുകൾ നടക്കുന്ന കാലമാണ്. 2022 ശേഷം ഇത്തരം ഫ്രോഡുകളിൽ ഏകദേശം 450% വളർച്ച ഉണ്ടായിട്ടുണ്ട് ഈ ഇത്തരം ഐഡന്റിറ്റി ഫ്രോഡുകളുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്നത് ഫിൻടെക് കമ്പനികൾക്കാണ്. കാരണം അവർക്ക് വ്യാജ KYCകളെ എന്ത് ചെയ്യാൻ പറ്റും? അതിവേഗം കണ്ടെത്താനും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കടന്നുകയറ്റം ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. കൂടാതെ ഇത്തരം വ്യാജ KYCകൾ ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുമല്ലോ, അത് ബ്ലോക്ക് ചെയ്യാൻ ആര് നിർബന്ധിതരാകും? നമ്മുടെ കമ്പനികൾ നിർബന്ധിതരാകും. ഈ ഉദാഹരണം പറയാം, നമ്മൾ പലപ്പോഴും കാണുന്ന സാധനമാണ് ജുൻജുൻവാല. അറിയാലോ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നിക്ഷേപകനായിരുന്നു. ഇപ്പോൾ ഇല്ല, നിലവിൽ ഇല്ല. രേഖ ജുൻജുൻവാലയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ പൊറിഞ്ചു വെളിയത്ത്. അതുപോലെ ഇങ്ങനെയുള്ള പ്രശസ്തരായ നിക്ഷേപകരുടെ ഫോട്ടോയും വെച്ചിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകൾ തട്ടിപ്പിനിരയാക്കുന്ന വലിയ സംഘം ഇവിടെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെന്താണ്, പലപ്പോഴും ഈ ഫേസ് ഇവർക്ക് പരിചയമുള്ളതാണ്. കാരണം അവർ പലപ്പോഴും അവരുടെ ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളുടെ ഫേസ് വെച്ചിട്ടാണ് പറയുന്നത്, ഇതാ നിങ്ങൾ ഇയാളുടെ പോർട്ട്ഫോളിയോ നിക്ഷേപിക്കാൻ ഇതാ സുവർണാവസരം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പൊറിഞ്ഞു വെളിയത്തോ അല്ലെങ്കിൽ XY അറിഞ്ഞിട്ട് പോലും കാണില്ല. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ എന്ത് ചെയ്യാം? ഈ നിയമത്തിലൂടെ സാധിക്കും. പിന്നെയോ പലപ്പോഴും നമ്മൾ സാധാരണക്കാരുടെ തട്ടിപ്പ് നോക്കുകയാണെങ്കിൽ UPI ട്രാൻസാക്ഷനിലൊക്കെയാണ് തട്ടിപ്പ് നടത്തുന്നത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വ്യാജ വീഡിയോ വെച്ചിട്ടുള്ള നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ സംഗതിയുടെ തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നെങ്കിലും ആയിരിക്കുമല്ലോ. ഈ തുടക്കത്തിൻ്റെ കാര്യം നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ നിയമത്തിലൂടെ നമ്മൾ ഒരു സാങ്കേതികവിദ്യ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ സാങ്കേതികവിദ്യയുടെ ദോഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ശക്തമായ നിയമങ്ങളിലൂടെയും അതിനേക്കാൾ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയിലൂടെയും അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്.
സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നിയമം വന്നതോടുകൂടി സോഷ്യൽ മീഡിയ കമ്പനികളെല്ലാം തന്നെ അതിനേക്കാൾ മികച്ചൊരു സാങ്കേതിക സംവിധാനം കൊണ്ടുവന്നിട്ട് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരുന്നേ പറ്റൂ. എന്നാൽ മാത്രമേ അവർക്ക് ഇന്ത്യ പോലുള്ള ഒരു വലിയ വിപണിയിൽ, ഇത്രയും യൂസേഴ്സ് ഉള്ള വിപണിയിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ആ ബിസിനസ് ചെയ്യണമെങ്കിൽ സർക്കാർ പറയുന്ന നിയമം പാലിച്ചേ പറ്റൂ. 2026 ഒരു മലയാളി ഒരു ഇൻവെസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നോക്ക്, നമ്മുടെ വീട് ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. ആ കോമ്പൗണ്ടിൽ വേലിയുണ്ട്. അപ്പം ക്രിസ്റ്റീന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ക്രിസ്റ്റീന ഗേറ്റ് പൂട്ടി പോകുന്നു. ഗേറ്റ് പൂട്ടി പോകുന്ന, പക്ഷെ വീട് പൂട്ടിയിട്ടില്ല. അപ്പോൾ നിയമത്തിൻ്റെ പണി എന്താണെന്ന് പറയുമോ? നിയമം ഒരു ബൗണ്ടറി ഇട്ട് തരുന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട് പൂട്ടേണ്ട ബാധ്യത നമ്മുടെ തന്നെയാണ്. അപ്പം നിയമം വാസ്തവത്തിൽ ഒരു വേലി മാത്രമാണ്. എത്ര നല്ല നിയമം വന്നിട്ടും കാര്യമില്ല, നമ്മുടെ വീട് നമ്മൾ തന്നെ പൂട്ടണം. അപ്പോൾ നമ്മൾ ഒരു സാധാരണ നിക്ഷേപകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്ന രീതിയിലോ നമ്മൾ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം. എന്ത് നിയമം ഉണ്ടായിട്ടും കാര്യമില്ല, തട്ടിപ്പുകാരൻ എല്ലാ കാലത്തും തട്ടിപ്പ് നടത്തും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ബിസിനസ് ഓഫർ അല്ലെങ്കിൽ നിക്ഷേപ ഓഫർ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സംഗതിയെ എന്നുവെച്ചാൽ വെരിഫൈ ബിഫോർ ട്രസ്റ്റ്. നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അപ്പം ഉദാഹരണത്തിന് ക്രിസ്റ്റീനയ്ക്ക് ഒരാൾ ഒരു ലിങ്ക് ഇട്ട് തന്നിട്ട് പറയുകയാണ്, ഈ ഒരു ലിങ്ക് നോക്കി, ഇവിടെ പണം നിക്ഷേപിച്ചാൽ ഇരട്ടിയാകുമെന്ന് പറയുമ്പം ക്രിസ്റ്റീന ആദ്യം നടത്തേണ്ടത് ആ ലിങ്ക് തുറക്കുകയാണ്. ലിങ്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് തുറന്ന അപകടമാണ്. അപ്പോൾ നമ്മൾ ആ മൊബൈലിൽ നേരിട്ട് തുറക്കരുത്. അപ്പോൾ നമ്മൾ ഏത് ബ്രൗസറും തുറക്കാൻ പറ്റുന്ന പോലും നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് ചാടിക്കയറി നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. ചിലപ്പോൾ URL വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇയാൾ ഉദാഹരണത്തിന് അയാൾ പറയുന്നത് SBI നിക്ഷേപമാണെന്ന് പറഞ്ഞിട്ട് തരികയാണ്. അപ്പോൾ നമ്മൾ URL, ഇപ്പം ക്രിസ്റ്റീനയ്ക്ക് കുറേ കാലമായിട്ട് ഡീറ്റെയിൽ മീഡിയ നിൽക്കുന്നതുകൊണ്ട് ക്രിസ്റ്റീനയ്ക്ക് അറിയാം URL എന്താണെന്ന്. അപ്പോൾ URL നോക്കുമ്പോൾ അതെന്താണ്, hsYZ.com എന്നൊക്കെ ആണെങ്കിൽ ക്രിസ്റ്റീനയ്ക്ക് ആ ലിങ്ക് തുറക്കുക പോലും വേണ്ട. കാരണം എന്താ, അതൊരിക്കലും ഒരു SBIയുടെ ആവില്ല എന്ന് പറയുന്ന ഒരു കോമൺ സെൻസ് ഉണ്ട്. പിന്നെയോ, നിലവിൽ സർക്കാർ തട്ടിപ്പ് തടയാൻ വേണ്ടി ഈ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളുടെ ലാസ്റ്റ് bank.in പോലെ ആക്കി വെച്ചിട്ടുണ്ട് URL. അപ്പോൾ URL സ്ട്രക്ചർ പോലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ബാങ്ക് എന്നാണെന്ന് പറയുകയും ബാങ്കിൻ്റെ അതല്ലാത്തൊരു URL വരികയാണെങ്കിൽ നമുക്കത് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം തട്ടിപ്പാണ് എന്ന് പറയാം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു ലിങ്കോ മറ്റോ നമ്മുടെ മുന്നിൽ കടന്നു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം, അതിനെ വിശ്വസിക്കുന്നതിന് മുമ്പ്. രണ്ടാമത്തെ പോയിന്റ്, അത് ഒരു AI ലേബലോട് കൂടിയ വീഡിയോ ആണെങ്കിൽ അത് വിശ്വസിക്കാതിരിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം അത് റിയൽ അല്ല, അത് ഫേക്കായൊരു വീഡിയോ ആണ്. കാരണം നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന AI വീഡിയോസിന് AI ലേബലിംഗ് വേണം. അത് AI ചെയ്തു എന്ന് ഉറപ്പാക്കണം. അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇത് AI വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മൾ സംശയത്തോടു കൂടി തന്നെ വേണം ആ വീഡിയോ സമീപിക്കാൻ. പിന്നെ നമ്മളെല്ലാ സംഗതി, ഉദാഹരണത്തിന് SBI നിന്നാണ് ഒരു നിക്ഷേപം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ SBI എന്ന് പറയുന്ന അതിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പോയി നോക്കണം. ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെയോ, നമുക്കൊരു ആൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ട് തന്നു കഴിഞ്ഞാൽ കേവലം 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ എന്താ, ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ എന്താ, അപ്പം തന്നെ നിക്ഷേപിക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അപ്പം നമ്മൾ നിലവിലുള്ള പരിസ്ഥിതിയിൽ തട്ടിപ്പാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പിൻവലിക്കപ്പെടും അല്ലേ. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ ആ കോഴിക്കോട്ടെ വീട്ടമ്മയിലേക്ക് പോകും. കോഴിക്കോട് വീട്ടമ്മയ്ക്ക് ഒരു മോഹൻലാലിൻ്റെ പരസ്യം വന്നു. മോഹൻലാലിൻ്റെ പരസ്യം വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് വീട്ടമ്മയ്ക്ക് എന്ത് ചെയ്യാം, മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോയി നോക്കാം. പിന്നെ അവർക്ക് വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ അവർ ഉടനൊന്നും ചെയ്യേണ്ട, കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം നോക്കിയാൽ മതി. ചിലപ്പം തട്ടിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ട് അത് പോയിട്ടുണ്ടായിരിക്കും. ഇനി വീട്ടമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ വീട്ടമ്മയ്ക്ക് തന്നെ തട്ടിപ്പാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് അത് പിൻവലിക്കപ്പെടും. അപ്പോൾ നമ്മൾ ആവേശം കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു ലിങ്ക് ആണെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ പോയിട്ട് വെരിഫൈ ചെയ്യണം. ഉദാഹരണത്തിന് സെരോദയിൽ നിന്നുള്ള ലിങ്ക് ആണെങ്കിലും അപ്സ്റ്റോക്കിൽ നിന്നുള്ള ലിങ്ക് ആണെങ്കിലും HDFCയിൽ നിന്നുള്ള ലിങ്ക് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒഫീഷ്യൽ URL പാറ്റേൺ ആണോ എന്ന് നോക്കണം. അതിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയിട്ട് നമ്മളത് വെരിഫൈ ചെയ്യണം. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ആവേശം കാണിക്കുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ വേറൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ മലയാളിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം നിരവധി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു സാധാരണക്കാരൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും നമുക്ക് ഒരു 10%-നോ 12%-നോ മുകളിൽ തിരിച്ച് റിട്ടേൺ ഗ്യാരണ്ടി തരുമെങ്കിൽ ഉറപ്പിച്ചോ
അത് നമുക്ക് 90% തട്ടിപ്പാണെന്ന് നിസ്സംശയം പറയാം. ഗ്യാരണ്ടി എന്ന് പറയുന്ന സംഗതി ഒരിക്കലും എന്താണ് നിക്ഷേപത്തിൽ സാധ്യമല്ല. എല്ലാ നിക്ഷേപത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അത് മ്യൂച്വൽ ഫണ്ട് ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും എവിടെയായാലും. അപ്പോൾ നമ്മൾ അതൊരു ബേസിക് സംഗതിയായിട്ട് എടുക്കുക. ഔദ്യോഗിക ഇൻട്രസ്റ്റ് റേറ്റ് 7.7 7.5 ആണെങ്കിൽ അതിന് മുകളിൽ ആരൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ തരാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. അവർ മോഹന സുന്ദര വാഗ്ദാനങ്ങളെല്ലാം പറയും. അത്തരം വാഗ്ദാനങ്ങളൊക്കെ പോസിബിലിറ്റി മാത്രമാണ്, അതൊരിക്കലും ഗ്യാരണ്ടി അല്ല. അപ്പോഴും ഇവർ ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു തട്ടിപ്പാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെയോ ഈ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോൾ നമ്പർ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന വേറൊരു സംഭവം. അവരെന്താ വെച്ചാൽ നാട്ടിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ നാട്ടിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രവാസിനെ ഗൾഫിലേക്ക് വേണമെങ്കിൽ വിളിക്കും. എന്നിട്ട് അവനോട് പറയും നിങ്ങളുടെ നാട്ടിലെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരും. ഈ പാവം എന്ത് ചെയ്യും, ചാടിക്കരുത് എല്ലാം കൂടി അങ്ങ് വിട്ടു കൊടുക്കുമ്പോൾ തട്ടിപ്പിന് ഇരയാവും. അപ്പം ഗൾഫിലുള്ള പ്രവാസികളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ HDFC ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡീറ്റെയിൽസ് വേണം, നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ വേണം. ആരെങ്കിലും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കോൾ കട്ട് ചെയ്തിട്ട് നേരെ ആ ബ്രാഞ്ചിലേക്ക് വിളിച്ച് അയാളോട് വെരിഫൈ ചെയ്യാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളൊന്നും ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കരുത്. എപ്പോഴും നമുക്ക് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ അതൊരു തട്ടിപ്പായിരിക്കുമെന്ന മുൻവിധിയോടുകൂടി തന്നെ കാര്യങ്ങൾ സമീപിച്ച കുറേയും കൂടി നമുക്ക് ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്തായാലും ഇത്തരം നിയമങ്ങൾ നമുക്ക് വേണം. അത് ഫിനാൻസ് മേഖലയെ കൂടുതൽ ശക്തമാക്കും, തട്ടിപ്പുകൾ തടയാൻ വളരെ സഹായിക്കും. പണം സമ്പാദിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പണം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും നമ്മൾ നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിക്ഷേപം നടത്തുമ്പോൾ എപ്പോഴും ജാഗ്രതയോടെ തന്നെ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തട്ടിപ്പുകളിൽ നിന്നും ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സാമ്പത്തിക വിദഗ്ധരോടൊക്കെ അഭിപ്രായം ചോദിക്കാൻ തയ്യാറാവുക. ഈ 3 മണിക്കൂർ നിയമവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.